നമ്മുടെ ദിയാകൃഷ്ണൻ്റെ ഷോപ്പിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആൾക്കാരെ പറ്റി വല്ല വിവരമുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും യൂട്യൂബിലെടുത്തിട്ട് ഇവരെ അപ്ഡേഷൻ എന്താണെന്ന് നോക്കും. ലാസ്റ്റായിട്ട് അറിയാൻ സാധിച്ചത് ജാമ്യാപേക്ഷ അവരെ തള്ളി. എന്നാൽ കൃഷ്ണകുമാറിനെയും ദിയാകൃഷ്ണയ്ക്കെതിരായി കൊടുത്തിട്ടുള്ള കേസിന് അവർക്ക് ജാമ്യാപേക്ഷ കിട്ടി, അതായത് മുൻകൂർ ജാമ്യം കിട്ടി. അവരെ തള്ളി ഇവർക്ക് ക്ലിയറായി കിട്ടി എന്നുള്ളതാണ് ലാസ്റ്റായിട്ട് എനിക്ക് അപ്ഡേറ്റ് അറിയാൻ പറ്റിയത്. പക്ഷെ എന്നാൽ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇവരിവിടെ എവിടെയാണ് എന്താണെന്ന് അറിയാനായിട്ട്. ആരെങ്കിലും എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നേരിട്ട് അറിയാമെന്നല്ല, നിങ്ങൾ എങ്ങാനും വേറെ ന്യൂസ് കണ്ടോ? ഞാൻ മാക്സിമം എല്ലായിടത്തും തപ്പി നോക്കി, പക്ഷേ എവിടെയാണെന്ന് ഇവരെ കണ്ടെത്താൻ സത്യം പറഞ്ഞാൽ സാധിച്ചില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാനും അവരെ ഒന്ന് എന്താ പറയുക, ഇനി അവരെ ഇപ്പോഴത്തെ എന്താണ് സിറ്റുവേഷൻ എന്നറിയാനായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ശരിക്ക് അവരെ പുര കത്തുമ്പോൾ വാഴ നടുന്ന ഏർപ്പാടാണെന്ന് എനിക്കറിയെങ്കിലും, പക്ഷെ അത് ഭയങ്കരമായിട്ട് കൊതിച്ചു പോയി. കാരണം വെച്ചാൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ട് എന്നാൽ അവർ ഒളിവിൽ പോവുകയാണെങ്കിൽ പോലും നമ്മളെ മനസ്സിൽ ഒരിതുണ്ടാവും, അയ്യോ പാവങ്ങൾ ഒരു ലെവലിന് അതങ്ങനെ ചെയ്തു പോയി, പറ്റിപ്പോയി, പാകെ പെട്ടുപോയല്ലോ, ഇനി അവരെങ്ങനെ തിരിച്ചു കൊടുക്കുന്നുള്ളൊരു സഹതാപം എനിക്കുണ്ടായേനെ. എനിക്ക് ഉണ്ടാവുള്ളൂ. തെറ്റ് ചെയ്ത ശിക്ഷിക്കപ്പെടണം, അത് നിങ്ങളെ അഭിപ്രായമായിരിക്കും. പക്ഷെ എനിക്ക് എന്തായാലും ഒരു പറ്റിപ്പോയി, മനുഷ്യന്മാരല്ലേ എന്നുള്ള ലെവലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ട് അവർ കൊണ്ടുവന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ചെക്കൻ വിളിച്ച് ശല്യം ചെയ്യുന്നു, പൂവാലം പോലെ സംസാരിക്കുന്നു, ബലാത്സംഗം ചെയ്തു, തട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഒരു എന്താ പറയുക, വേറെ മാനഹാനിക്കോ അങ്ങനെ എന്തെങ്കിലും, മാനഹാനി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അല്ലേ, ഈ പറഞ്ഞ മാതിരി വല്ല ഭീഷണിപ്പെടുത്തിയെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഒരു രസമുണ്ട്. ഇത് വല്ലാത്തൊരു കോമഡി ആയിപ്പോയി. അതുകൊണ്ട് എന്തെങ്കിലും ന്യൂസ് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ സത്യമായിട്ട് തന്നെ അറിയിക്കണം. കാരണം വെച്ചാൽ ഇതിൻ്റെ എന്താണ് അവസ്ഥ, ഈ മീഡിയക്കാർക്കാണെങ്കിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല ഈ കേസിൽ. അല്ലെങ്കിൽ ഇവരെ പിന്നാലെ നടക്കുന്നുണ്ട്, പോലീസുകാരും കൈവിട്ടുന്നുണ്ട്. വരുമ്പോൾ വരട്ടെ, അപ്പോൾ വാറണ്ട് അടിച്ചിട്ട് ഉള്ളി തള്ളാന്നുള്ളൊരു പ്ലാനിലായിരിക്കും എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവർ കേരളത്തിൽ നിന്ന് ഇവരെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കേസില്ല. പിന്നെ സാമ്പത്തിക തട്ടിപ്പ് വലിയ കാര്യമായിട്ട് പ്രശ്നമൊന്നും കൊടുക്കാത്ത കാരണം അവരങ്ങനെ വിട്ടേക്കാണ്. അല്ലെങ്കിൽ അവരെ 3 പെൺപിള്ളേരെ തപ്പിപ്പിടിക്കാമെന്ന് വലിയ പാടൊന്നുമല്ല. അപ്പോൾ അത് ആ ലെവലിനായിരിക്കും മീഡിയക്കാർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അല്ലെങ്കിൽ ഇവർ തന്നെ എവിടേക്ക് പോകാം എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട് സംഭവം തപ്പിപ്പിടിച്ചേനെ. എന്തായാലും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അവരെവിടെയാണ് എന്താണെന്ന് അറിയാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടോ അല്ലെങ്കിൽ ന്യൂസിൻ്റെ കട്ടിങ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക, കമൻറ്റ് ചെയ്യുക ചെയ്യണം. താങ്ക്സ്.